Welcome to my classroom, Design of Hydraulic Structures. Hi all, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Here we discuss about the topic spillway. It includes Ogee spillway, it's a type of spillway, and second one is effective length of spillway. Ogee spillway, Ogee or overflow spillway. ഓഗി സ്പിൽവേയുടെ ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ശരിക്കും ഒരു ഇംപ്രൂവ്മെന്റ് ഓൺ ഫ്രീ ഓവർഫോൾ ടൈപ്പ് ആണ്. ശരിക്കും ഇതിന് ക്രസ്റ്റ് ഇവിടുന്ന് ഇത് റിസർവോയർ സൈഡ് ആൻഡ് ദിസ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ്. ഇവിടുന്ന് വാട്ടർ സ്പിൽ ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ശരിക്കും ഇതിന്റെ ക്രസ്റ്റ് പോർഷൻ നമ്മൾ ഇവിടെ ഇതാണ് ഹെഡ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്രസ്റ്റിനും ഓവറിൽ ഇത് ഫ്രീ ആയിട്ടാണ് ഫോൾ ചെയ്ത് ക്രിസ്റ്റിൽ കൂടെ താഴേക്ക് വീഴുന്നത്. ഇനി നമ്മൾ ഓഗി നോക്കുവാണെങ്കിൽ ഓഗിയുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷേപ്പ് തന്നെ കാണാൻ പറ്റും. ഒരു എസ് ഷേപ്പ്. ഇത് സെക്ഷൻ ഓഫ് ആൻ ഓഗി സ്പിൽവേ ആണ്. ഒരു എസ് ഷേപ്പിലാണ്. സോ ഓഗി കേർവ് എന്നാണ് ഈ പ്രൊഫൈലിനെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എസ് സെക്ഷനിൽ അത് എസ് ഷേപ്ഡ് ആയതുകൊണ്ട് എസ് ഷേപ്ഡ് കേർവ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓഗി കേർവ് ഓർ എസ് ഷേപ്ഡ് കേർവ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ പറയുന്നത്. ശരിക്കും ഈ ഒരു കേർവിനെ നമ്മൾ ലോവർ നാപ്പ് എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അപ്പർ നാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ലോവർ നാപ്പയുടെ ബിലോയിൽ, അതായത് ക്രസ്റ്റിനും ലോവർ നാപ്പേനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് അല്ലെ മേസണറി ആണ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു പ്രൊഫൈലിനെയാണ് നമ്മൾ ഓഗി ഓർ എസ് ഷേപ്ഡ് കേർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ ഫേസ് നമുക്ക് ഒന്നീ വേർട്ടിക്കൽ ഇല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടും കൊടുക്കാം അപ്പർ ഫേസ്. ദെൻ ഇതിൻ്റെ ഹെഡ്, ശരിക്കും ഹെഡ് ഇതാണ് ഡിസൈൻ ഹെഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഹെഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ പ്രൊഫൈല് മാറും. ശരിക്കും ഈ ഒരു കേർവ് അല്ലെ ഈ ഒരു ഓഗി ഷേപ്ഡ് പ്രൊഫൈല് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്ടൈൽ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്ടൈൽ. ശരിക്കും ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ഒറിജിൻ. ഈ കേർവിന്റെ ഒരു ഇത് ഒറിജിൻ ആണ്. ശരിക്കും ഈ കേർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വാട്ടർ ഇവിടെ നിന്നാണ് ഫ്രീലി ഫോൾ ചെയ്യുന്നത്. ഇത് ഒരു പരാബോളിക് ഫോമിലേക്കാണ് പോകുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഓഗി സ്പിൽവേ എന്ന് പറയുന്നത്. അപ്പർ ഫേസ് വേർട്ടിക്കൽ ഓർ ഇൻക്ലൈൻഡ് കൊടുക്കാം. ഇതാണ് ഹെഡ്. ദിസ് ഈസ് ലോവർ നാപ്പ് ആൻഡ് ദിസ് ഈസ് അപ്പർ നാപ്പ്. ശരിക്കും ഇതിന്റെ അടിയിൽ നമ്മൾ കോൺക്രീറ്റ് ആണ്, ഈ ഒരു കേർവിന്റെ അടിയിൽ. സോ ഇത് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ലോവർ നാപ്പയെ നമ്മൾ ശരിക്കും ക്രസ്റ്റ് ഓഫ് സ്പിൽവേ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓഗി പ്രൊഫൈൽ. ഓഗി പ്രൊഫൈൽ ഷുഡ് പ്രൊവൈഡ് മാക്സിമം പോസിബിൾ ഹൈഡ്രോളിക് എഫിഷ്യൻസി, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ആൻഡ് എക്കോണമി. ഇതാണ് ഒരു ഓഗി സ്പിൽവേയുടെ പ്രൊഫൈല്. സോ ഇൻ ദിസ് കേസ് ഫസ്റ്റ് നമ്മൾ വേർട്ടിക്കൽ ഫേസ്, അപ്സ്ട്രീം ഫേസ് വേർട്ടിക്കൽ ആയിട്ടുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഈസ് വേർട്ടിക്കൽ, അപ്സ്ട്രീം ഫേസ് ഈസ് വേർട്ടിക്കൽ സി ആൻഡ് ദിസ് ഈസ് ഒറിജിൻ ഒ. ഓക്കെ, ശരിക്കും ഈ ഓഗി പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്തത് അതായത് ക്രസ്റ്റ് ഓഫ് ദ ഓഗി പ്രൊഫൈലിന്റെ ഡിസൈനിന് വേണ്ടിയിട്ട് ശരിക്കും ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് യു എസ് ആർമി കോപ്സ് ആണ്. കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, യു എസ് ആർമി കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ശരിക്കും വാട്ടർവേസ് എക്സ്പെരിമെന്റൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടാണ് അവർ ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. സോ ഇതിന് നമ്മൾ WES സ്റ്റാൻഡേർഡ് സ്പിൽവേ ഷേപ്പ് എന്നും ഈ ഓഗി പ്രൊഫൈലിനെ പറയും. ഓക്കെ, WES സ്റ്റാൻഡേർഡ് സ്പിൽവേ ഷേപ്സ് US ആർമിയാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് WES സ്റ്റാൻഡേർഡ് സ്പിൽവേ ഷേപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പ്രൊഫൈലിന് വേണ്ടിയിട്ട് ആദ്യം ക്രസ്റ്റ് വേർട്ടിക്കൽ ക്രസ്റ്റ് ഫോർ ക്രസ്റ്റ് പ്രൊഫൈൽ. ഫസ്റ്റ് വൺ ഈസ് ക്രസ്റ്റ് പ്രൊഫൈൽ ഫോർ വേർട്ടിക്കൽ ഫേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്രസ്റ്റ് പ്രൊഫൈൽ ഫോർ വേർട്ടിക്കൽ ഫേസ്. സീ ദിസ് ഫിഗർ. നമ്മൾ ഇതിനകത്തുനിന്ന് ഇതിനൊരു നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്ടൈൽ ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് ദ ഒറിജിൻ, ദിസ് ഇസ് y കോർഡിനേറ്റ് ആൻഡ് ദിസ് ഇസ് x കോർഡിനേറ്റ്. നമ്മൾ ഇനി ഡൗൺ സ്ട്രീം പ്രൊഫൈൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഡൗൺ സ്ട്രീം പ്രൊഫൈൽ ക്യാൻ ബി represented by the equation
general equation is x raised to n equal to k into hd raised to n minus 1 into y. Okay. N minus 1 into d. This is HD is the design head. നമ്മൾ ഒരു ഡിസൈൻ ഹെഡിന് വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ മാക്സിമം ഹെഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് x and y are the coordinates of the crust profile with respect to the origin highest point. This point is called apex, and HD is the design head, and k is the constant. Okay, k is the constant depending upon the slope of the upstream face. നമുക്കിവിടെ vertical ആണ്. So നമ്മുടെ k value becomes 2 and n value becomes 1.85. So equation become x raised to 1.85 equal to 2 into hd whole raised to 0.85 into y. Okay, 0.85 into, that means this curve x raised to 1.85 equal to 2 hd whole raised to hd design head whole raised to 0.85 y. Okay, actually the equation x raised to n equal to k into hd whole raised to n minus 1 into y. Vertical upstream face crust profile for vertical face and slope നമുക്ക് vertical ആയതുകൊണ്ട് k and n, k becomes 2 and n becomes 1.85. 1.85 minus 1, it is 0.85. Okay, this is the equation. ഇതാണ് x and this is y. For design head ആയിരിക്കും നമ്മൾ ചെയ്തത്. ഇതാണ് ഓഗി പ്രൊഫൈലിന്റെ vertical face വരുന്നത്. ഓക്കെ, ഇനി ഈ US ആർമി അനലിറ്റിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഇത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇതുണ്ട്. സോ ദ upstream curve of the Auger shape as the following equation, that this one for y, equation for y. Okay, y equal to 0.724 into x plus 0.27 hd the whole raised to 1.85 plus divided by hd whole raised to 0.85 plus 0.126 hd minus 0.4315 hd whole raised to 0.375 into x plus 0.27 hd the whole raised to 0.625. This is the equation for upstream curve of the Auger shape equation y, and for x it is x raised to 1.85 equal to 2 into hd whole raised to 0.85 y, and this is crust profile for vertical face. Second one is crust profile for inclined face. Okay, the face is inclined. This is the inclined face, and here there are two figures. രണ്ടെണ്ണം ഉണ്ട്. സ്ലോപ്പ് 1:3 ക്കും upper face slope 1:3 ക്കും upper face slope 1:1.5 സ്ലോപ്പിനും വേണ്ടിയിട്ട് രണ്ട് ഫിഗർ ആണുള്ളത്. പ്രത്യേകത ഇതേ ഉള്ളൂ, ഇൻക്ലൈൻഡ് ഫേസ് ആണ്. ക്രസ്റ്റ് പ്രൊഫൈൽ ഫോർ ഇൻക്ലൈൻഡ് ഫേസ് ആണ്. സോ നമ്മൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊജക്ടൈലാണ്. ദിസ് ഇസ് y കോർഡിനേറ്റ് ആൻഡ് ദിസ് ഇസ് x കോർഡിനേറ്റ്. ദിസ് ഇസ് ദ ഒറിജിൻ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഡൗൺ സ്ട്രീം പ്രൊഫൈല് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. എക്സ് റേസ് ടു എൻ ഈക്വൽ ടു കെ ഇൻറ്റു എച്ച് ഡി ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു വൈ, where x and y are the coordinates of the crust profile, and hd design head നമ്മളെല്ലാം ഒരു ഡിസൈൻ ഹെഡിന് വേണ്ടിയിട്ടാണ്. k and n are the constants depending upon the slope of the upstream face, and the value of k and n, see in this table the value of k and n. Okay, this is k value and this is n value. Slope in the upstream face of spillway. Vertical ആണെങ്കിൽ k take it as 2, n 1.85. Slope 1:3, അതായത് 1 horizontal 3 vertical, 1 horizontal 3 vertical, and slope 1 horizontal 1.5 vertical ആണ് എങ്കിൽ k 1.936 and n 1.836. 1:1.5 ആണെങ്കിൽ k 1.939 and n 1.810. ഓക്കെ, നമ്മൾ ഇതിൽ നിന്നാണ് സ്ലോപ്പ് അനുസരിച്ച്
നമ്മൾ ഈ ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്തിട്ട് വാല്യൂ കാണുന്നത്. നെക്സ്റ്റ് ഈസ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് സ്പിൽവേ. പ്രാക്ടിക്കൽ പ്രൊഫൈൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ഓഗി സ്പിൽവേ സെറ്റ് ചെയ്യുന്നത് ട്രയാങ്കുലർ പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാമിൽ നിന്നാണ്. സോ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റി ഡാമിന്റെ ട്രയാങ്കുലർ പ്രൊഫൈൽ. ഈ പ്രൊഫൈലിൽ നിന്ന് പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ഓഗി സ്പിൽവേ സെറ്റ് ചെയ്യുന്നത്. ശരിക്കും ഇതാണ് ഫിഗർ. ഓക്കെ, നമ്മുടെ ട്രയാങ്കുലർ പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ്, ദിസ് ഈസ് നോർമൽ വാട്ടർ ലെവൽ ആൻഡ് ദിസ് ഈസ് മാക്സിമം വാട്ടർ ലെവൽ. ഇതാണ് ടോപ്പ് ഓഫ് ദ ഡാം, ക്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രയാങ്കുലർ പ്രൊഫൈൽ ഇതാണ് ആൻഡ് ദിസ് ഈസ് ദ ഓഗി പ്രൊഫൈൽ. ആൻഡ് ഇവിടെ നമ്മളൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ട്, ഫ്ലോയെ കൺട്രോൾ ചെയ്യാനായിട്ട്. നമ്മുടെ ഇത് ട്രയാങ്കുലർ പ്രൊഫൈലിൽ നിന്ന് നമ്മുടെ ഓഗി പ്രൊഫൈലിന്റെ കേർവ് ശരിക്കും എന്താ ബിയോണ്ട് ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ദ ഡാമിലേക്ക് പോകും. സോ ഇതാണ് ട്രയാങ്കുലർ വരുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും അപ്പുറത്തേക്ക് ഡൗൺ സ്ട്രീം സ്പേസിലേക്ക് നമ്മുടെ ഓഗി പ്രൊഫൈൽ മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ ഇവിടെ ഇങ്ങനെ തിക്കനിങ് ഓഫ് കോൺക്രീറ്റ് കൊടുക്കേണ്ട ആവശ്യം വരും. ഇങ്ങനെ തിക്കനിങ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എക്സ്ട്രാ കോൺക്രീറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓഗി പ്രൊഫൈലിന്റെ കേർവിനെ നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഓഗി കേർവിനെ നമ്മൾ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് അപ്പർ ഫേസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു ഇങ്ങടേക്ക്. അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യുമ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഗി ലോവർ നാപ്പെ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ടു ദ ഡൗൺ സ്ട്രീം ഫേസ് ആയിരിക്കണം. ലോവർ നാപ്പെ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ടു ദ ഡൗൺ സ്ട്രീം ഫേസ്. ഡൗൺ സ്ട്രീം ഫേസിന് ടാൻജൻഷ്യൽ ആയിട്ട് ലോവർ നാപ്പയെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്ക്വേർഡിലേക്ക് അപ് സ്ട്രീം ഫേസിലേക്ക് നമ്മൾ മൂവ് ചെയ്യിച്ചു. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ എന്താ നമുക്ക് കോൺക്രീറ്റ് സേവ് ചെയ്യാം. ഇപ്പൊ ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ശരിക്കും നമ്മൾ എന്താ ഒരു കോർബൽ, പ്രൊജക്റ്റിംഗ് കോർബൽ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കോർബൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇതിന്റെ ക്രസ്റ്റ്. ദിസ് ഈസ് ഒറിജിൻ ഓ. സോ ഈ കോർബലിന്റെ അടിയിൽ വരുന്ന ഈ സ്പേസിൽ നമുക്ക് ശരിക്കും കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ നമുക്ക് അത്രയും കോൺക്രീറ്റിനെ സേവ് ചെയ്യാനായിട്ടാണ് പറ്റുന്നത്. സോ ഈ കോർബൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കോൺക്രീറ്റിനെ സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ വാട്ടറിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇവിടെ ഗേറ്റ് പ്രൊവൈഡ് ചെയ്ത് ഔട്ട്ലെറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ഗേറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ, അതിന്റെ ഇന്റർഫേസിൽ ഗേറ്റ് പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഫ്ലോ ഓഫ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും, കോൺക്രീറ്റ് സേവ് ചെയ്യാനായിട്ടും പറ്റും. ഇതാണ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് സ്പിൽവേ. ട്രയാങ്കുലർ പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാമിൽ നിന്നാണ് നമ്മൾ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് സ്പിൽവേ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. നമ്മുടെ കർവ് ആക്ച്വലി ബിയോണ്ട് ദ അപ്സ്ട്രീം ഫേസിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ നമുക്ക് തിക്കനിങ് എക്സ്ട്രാ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്തേണ്ടി വന്നു. സോ നമ്മൾ എന്ത് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് അപ്സ്ട്രീം ഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം ഒരു കാര്യമേ ഉള്ളൂ, ലോവർ നാപ്പെ ടാൻജൻഷ്യൽ ടു ഡൗൺ സ്ട്രീം ഫേസിൽ വെച്ചുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റിംഗ് കോർബൽ പ്രൊവൈഡ് ചെയ്താണ് കൊടുത്തത്. കോർബലിന്റെ അടിയിലത്തെ ഭാഗത്തിന് നമുക്ക് കോൺക്രീറ്റ് കൊടുക്കേണ്ടി വന്നില്ല. സോ നമ്മളുടെ കർവ് ലൈക്ക് ദിസ് വേ. ഓക്കെ, ഇത്രയും ഭാഗത്തെ കോൺക്രീറ്റ് ആണ് നമ്മൾ സേവ് ചെയ്തത്. ഇവിടെ ഗേറ്റ് പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ നമുക്കിത് ഫുള്ളി കൺട്രോൾ ചെയ്യാനും പറ്റും. ദിസ് ഇസ് ദ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ സ്പിൽവേ. Next is discharge formula for Ogi spillway. Discharge formula Q equal to C into LE into HE raised to 3/2. ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഓഗി സ്പിൽവേയുടെ figure. So this is the normal water level and this is the maximum water level and this is the total energy line. Okay, upstream side line normal water level, maximum water level and total energy line. ശരിക്കും this is HD design head and maximum water levelum total energy lineum in between this is HA, head approach head velocity, the head due to velocity of approach, that is HA. HA plus HD is HE. Okay, HE is the total head over the crust and depth of the water small h. ഇത്രയാണ് നമ്മൾ ഫിഗർ ചെയ്യുന്നത്. സോ ഇക്വേഷൻ ഡിസ്ചാർജ് ഇക്വേഷൻ Q equal to C into LE into HC whole raised to 3/2. Q we know that it's discharge and C is the coefficient of discharge and LE is the effective length of the spillway crust and HC is the total head over the crust. HC equal to HE, this is HE. HE equal to HD plus HA. Okay, and where HA we know the equation V square by 2G. Next is
effective length of the crust. Okay, it is denoted by LE. Effective length of the crust is denoted by LE. So we have to find out the effective length by this equation. This is the equation for finding out effective length. Effective length കാണാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഉണ്ട്. L minus 2 into N into Kp plus Ka into Hc. LE effective length, L net length of the crust, and N number of spheres, and Kp it's the contraction coefficient of sphere, and Ka abutment contraction coefficient, and He Ha plus Hd it is total head over the crust including velocity head. This is the equation LE. നമുക്ക് ഡിസ്ചാർജ് കാണണമെങ്കിൽ അതിനകത്ത് LE ഉണ്ട്. ആദ്യം എഫക്റ്റീവ് ലെങ്ത്തിന് നമുക്ക് ഇക്വേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. L minus 2 into N into Kp plus Ka into Hc. ദിസ് ഇസ് ദ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ ക്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഇൻ ദിസ് സെഷൻ നമ്മൾ എന്താണ് ഓഗി സ്പിൽവേ പ്രൊഫൈൽ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് സ്പിൽവേ, കൂടെ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ ക്രസ്റ്റും ഡിസ്ചാർജും രണ്ടുമാണ് പഠിച്ചത്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നന്നായിട്ട് പഠിക്കുക, സ്റ്റഡി വെൽ. ഓക്കെ, മോർ റെഫറൻസസ്, റെഫർ ദീസ് ടെക്സ്റ്റ് ബുക്സ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. താങ്ക് യു.